നമസ്കാരം. അങ്ങനെ നമ്മൾ ഈ പൊന്നോണ നാളുകളുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ദിവസങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതെ, ഉത്രാടം 9ാം ദിനമായിട്ടുള്ള ഓണത്തിൻ്റെ ആഘോഷ നാളുകളിലെ 9ാം ദിനത്തിലേക്ക് നമ്മൾ എത്തി. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ പൂരാടം എന്ന നക്ഷത്രം പോലെ തന്നെ ഉത്രാടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പൂരാടത്തിൻ്റെ ശരിക്കുള്ള സംസ്കൃത നാമം പറഞ്ഞു പൂർവ ആഷാഢം എന്ന് പറഞ്ഞിരുന്നു ഞാൻ, അല്ലേ? അതേപോലെ തന്നെ ഉത്രാടത്തിനും ഒരു സംസ്കൃത നാമമുണ്ട്, ഉത്തര ആഷാഢം എന്നാണ് അതിന് പറയുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു നക്ഷത്ര ഗണങ്ങൾ, നക്ഷത്രക്കൂട്ടങ്ങളെല്ലാം നിൽക്കുന്നത് പൂരാടത്തിൻ്റെ പോലെ തന്നെ ഒരു പ്രത്യേക രീതിയിലാണ്. ആ ഒരു ഡയഗ്രാം കണ്ട എല്ലാം രണ്ടും ഒരേപോലെ തോന്നും. ഇവിടെ നമ്മൾ ആനയുമായിട്ടുള്ള കണക്ഷൻ വിട്ടിട്ടില്ല, ആനയുടെ കൊമ്പുകൾ പോലെ എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ട് ഉത്രാട നക്ഷത്രത്തിൻ്റെ ആ ഒരു ഷേപ്പിനെ കുറിച്ച്. പിന്നെ അതേപോലെ തന്നെ വേറൊരു പ്രത്യേകത, ഈ നക്ഷത്രത്തെ മറ്റൊരു രീതിയിൽ കൂടെ നോക്കി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, ഒരാള് ഇങ്ങനെ വില്ല് തൊടുത്ത് ഇങ്ങനെ ഒരു ഫിഗർ നമുക്ക് അതിൽ കൂടെ ഒന്ന് വായിച്ചെടുക്കാൻ പറ്റും. ഒന്ന് കൃത്യമായിട്ട് ഒന്നുകൂടെ ഒരു വേറൊരു സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധിക്ക് അപ്പുറം ഇതിനെ ആലോചിച്ച് തലമുണ്ടാകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉത്രാടം ദിനമാണ് ഇന്ന്. ഏറ്റവും വലിയ പൂക്കളമാണ് പൊതുവെ ആളുകളെ ഇടുക. കാരണം കഴിഞ്ഞ 10 ദിവസത്തെ പൂക്കളുടെ ഒരു വലിയൊരു നിധി തന്നെ നമ്മുടെ അടുത്തുണ്ട്, ഇല്ലേ? ഒട്ടനവധി പുഷ്പങ്ങൾ, ചെറുതും വലുതുമായിട്ട് കാക്കപ്പൂ ഉൾപ്പെടെയുള്ള ഒട്ടനവധി പുഷ്പങ്ങൾ നമ്മുടെ കൈകളിലുണ്ട് ഇപ്പോൾ. അപ്പം ഇതെല്ലാം വെച്ച് എത്രത്തോളം മനോഹരമാക്കാൻ പറ്റും അത്രത്തോളം മനോഹരമാക്കിക്കൊണ്ട് വളരെ ബൃഹത്തായ വലിയ 9 നിരകളുള്ള പൂക്കളമാണ് ഈ ദിവസങ്ങളിൽ ഇടാൻ പറഞ്ഞിരിക്കുന്നത്, ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് ചെത്തിപ്പൂവിനെ ഒരു പ്രത്യേക ആയിട്ട് അതിനെ എടുത്തു പറയുന്നുണ്ട് ചിലയിടങ്ങളിലൊക്കെ. ഇനി ഉത്രാട പാച്ചിലിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറയാതെ അറിയാം, അല്ലെ? മലയാളികൾ ഉത്രാട പാച്ചിൽ എന്ന് പറയുന്നത്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷെ നമുക്ക് ഉള്ളിൽ എന്ത് തോന്നുന്നില്ല, ഭാരം തോന്നുന്നില്ല. അപ്പൊ ഈ ഒരു അവസ്ഥയാണ് ഉത്രാട പാച്ചിൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഉത്രാട പാച്ചിലിന് ശരിക്കും പറഞ്ഞാൽ അത് ഓണത്തിന് തലേദിവസം മാത്രമല്ല, നമ്മുടെ നിത്യജീവിതത്തിലും ഈ ഒരു ഭാവം നമുക്ക് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. എല്ലാ ജോലികളും ചെയ്യാം, അതൊരു ആഘോഷം പോലെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അത് മനോഹരമായിരിക്കും, അല്ലേ? ഇതിനെയൊക്കെ തന്നെയാണ് ഭഗവാൻ കർമ്മയോഗം എന്ന് പറയുന്നത്. ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ ആനന്ദം കണ്ടെത്തിക്കൊണ്ട് മുമ്പോട്ട് ഒരു നടനമാടിക്കൊണ്ട് മുമ്പോട്ട് പോവുക, ഈ ഉത്രാട പാച്ചിൽ പോലെ. അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും എല്ലാവർക്കും ഉത്രാടപ്പാച്ചിലാകട്ടെ എന്ന് മനസ്സുകൊണ്ട് ഞാൻ ആശംസിക്കുകയാണ്. ഇന്നത്തെ ദിവസം, അതായത് ഉത്രാട ദിവസം, നമ്മൾ ഇന്ദ്രൻ എന്ന ആ ദേവതയ്ക്കാണ്, ദേവന്മാരുടെ അധിപനായിട്ടുള്ള ഇന്ദ്രൻ എന്ന ദേവതയ്ക്കാണ്, ഇന്ദ്രനാണ്, ദേവേന്ദ്രനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, സല്യൂട്ടേഷൻസ്, ഉപചാരങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കേട്ടിരിക്കുന്നത്, നിങ്ങൾ അത്യാവശ്യം പുരാണമൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, പുരാണങ്ങളിൽ എല്ലാം ഇന്ദ്രനെ ഒരു പ്രത്യേക രീതിയിലാണ് എല്ലാവരും കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പുരാണങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ആ ഒരു സമ്പ്രദായമാണ് വൈദിക സമ്പ്രദായം എന്ന് പറയുന്നത്. അതിൽ ഈ ദേവതമാരെയൊക്കെ മറ്റൊരു രീതിയിലാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ ഇവിടെ ഇന്ദ്രൻ ഉൾപ്പെടെയുള്ള ദേവചൈതന്യങ്ങൾ എല്ലാം യഥാർത്ഥത്തിൽ അവിടെ അത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു പൊസിഷനല്ല, അല്ലേ? ഒരു ഓഫീസ് എടുത്തു കഴിഞ്ഞാൽ അതിലെ CEO തൊട്ട് താഴെയുള്ള സെക്യൂരിറ്റി വരെയുള്ള ഒരു ഹൈറാർക്കി ഉണ്ട് ഓരോരോ ഇതിൽ, അല്ലേ? ആ ഹൈറാർക്കി അവിടെ തന്നെ ഉണ്ട്. അതിലേക്ക് ഓരോ കാലഘട്ടത്തിൽ ഓരോ ആൾക്കാർ വന്ന് അവിടെ കുറച്ചു കാലം ഇരിക്കുന്നു, അതിനുശേഷം റിട്ടയർ ആയിട്ട് പോകുന്നു, ഇല്ലേ? ഇതുപോലെ തന്നെയാണ് ഈ ഒരു ദേവമണ്ഡലത്തിലെ അവിടുത്തെ പൊസിഷൻസും എന്തല്ല, പെർമനൻ്റ് അല്ല. ആ ഓരോ ആത്മാക്കള് ഈ ഒരു തത്വത്തിലേക്ക് ഉള്ള ക്വാളിറ്റിയിലേക്ക് എത്തുമ്പോൾ അവിടെ കുറച്ചു കാലം ഇരിക്കുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതിനുശേഷം കാലം കഴിയുമ്പോൾ വേറൊരു ആളവിടെ എന്ത് ചെയ്യാണ്, തിരിച്ചു കയറുന്നുണ്ട് മറ്റൊരാൾ. ഇതിനെക്കുറിച്ച് വിഷ്ണു പുരാണത്തിൽ പറയുന്നത് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം, രാവും പകലും എന്ന് പറയുന്നത് 2 കൽപ്പങ്ങളാണ്. ഒരു കൽപ്പം എന്ന് പറയുന്നത് 14 മന്വന്തരങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി ഒരു മന്വന്തരം എന്ന് പറയുന്നത് ഏതാണ്ട് 72 അല്ലെങ്കിൽ 76 ചതുർയുഗങ്ങൾ, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇങ്ങനെ 4 യുഗങ്ങളുടെ ഒരു കോമ്പിനേഷനാണ്. ഇങ്ങനെ ചതുർയുഗങ്ങൾ ഏതാണ്ട് ചില സ്ഥലങ്ങളിൽ 72 എന്നാണ് പറയുന്നത്, ചിലയിടത്ത് 76 എന്നും പറയുന്നുണ്ട്. എന്തായാലും അത്രയും ആണ് ഒരു മന്വന്തരത്തിൻ്റെ. അപ്പോൾ ആ ഒരു മന്വന്തരത്തിൽ 76 72 ചതുർയുഗങ്ങൾ ഉണ്ടാവും. അതിൽ അങ്ങനെ 14 മന്വന്തരങ്ങളാണുള്ളത്. അങ്ങനെ 14 മന്വന്തരത്തിൻ്റെ ഒരു പകലും
14 മന്വന്തരത്തിന്റെ ഒരു രാത്രി. അപ്പോൾ ഒരു ദിവസമാണ് ബ്രഹ്മലോകത്ത്, ബ്രഹ്മാവ് എന്ന് പറഞ്ഞ ആ ചൈതന്യം, ആ തത്വത്തിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 100 ദിവസം 100 വർഷമാണ് ഒരു ബ്രഹ്മ തത്വം ജീവിക്കുന്നതെന്ന് പറയപ്പെടുന്നു, ആ ഒരു ചൈതന്യം, അല്ലെങ്കിൽ മുമ്പോട്ട് പോകുന്നു പറയപ്പെടുന്നു. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു അന്ധാളിപ്പുണ്ടാവും അല്ലേ? സത്യമാണ്, ഇതൊരു അന്ധാളിപ്പുണ്ടാക്കുന്ന കാര്യമാണ്. ഇത്രയും വാസ്റ്റാണ്. ഇതിന്റെ ഉദ്ദേശം എന്താ? നമ്മുടെ ഉള്ളിൽ ആ വിസ്മയം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ കഥകളുടെയൊക്കെ, അല്ലെങ്കിൽ ഈ തത്വങ്ങളെ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ. ഇത്ര വാസ്റ്റാണ്, അനന്തമാണ്, അജ്ഞാതമാണ് ഈ പ്രപഞ്ചത്തിന്റെ ചലനങ്ങൾ മുഴുവൻ. കവികളെല്ലാം പാടിയിട്ടുണ്ട് ഇല്ലേ? അനന്തം അജ്ഞാതം അവർണ്ണനീയം ഈ വിശ്വമഹാപ്രപഞ്ചം, അതിൻ്റെ ഏതാണ്ട് ഒരിടത്ത് നിൽക്കുന്ന മർത്യനെന്തറിഞ്ഞു. ലൈറ്റ് ഇയേഴ്സ് അപ്പുറം എത്രയോ ഗാലക്സികൾ, എത്രയോ ബ്ലാക്ക് ഹോളുകൾ, ഇതൊക്കെ നമ്മുടെ മനുഷ്യനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വലിയൊരു ടൈം സ്പാനിൽ നോക്കുമ്പോൾ നമ്മളുടെ 10, 60, 70, 80 വർഷം എന്ന് പറയുന്നത് എത്രയുണ്ട്? ഒന്നുമില്ല. പറഞ്ഞു വരുന്നത് ഈ ബ്രഹ്മാവിൻ്റെ ഈ 2 കൽപ്പങ്ങളിൽ ഇപ്പോൾ നടക്കുന്നത് 7ാമത്തെ മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗം എന്നാണ് പറയപ്പെടുന്നത്. ഈ മന്വന്തരത്തിലെ 7ാമത്തെ മന്വന്തരമായിട്ടുള്ള ഈ മന്വന്തരത്തിലെ ഇന്ദ്രന്റെ നാമം വരെയും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് പുരന്ദരർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പുരന്ദൻ അങ്ങനെയും പറയുന്നുണ്ട്. അപ്പൊ പുരന്ദൻ എന്നാണ്, അല്ലെങ്കിൽ പുരന്ദർ എന്നും പറയുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് പറയപ്പെടുന്നു. അപ്പൊ ഇതിനു മുമ്പുണ്ടായിരുന്ന 7 മന്വന്തരങ്ങളിലെ ഇന്ദ്ര പദവി ഏറ്റെടുത്ത ആളുകളെ കുറിച്ച് അവരുടെ പേരുകളും പറയുന്നുണ്ട്. അപ്പൊ 1ാമത്തെ മന്വന്തരത്തില് യജ്ഞ എന്ന പേരുള്ള ഇന്ദ്രനായിരുന്നു. 2ാമത്തേലേക്ക് എത്തിയപ്പോൾ വിപശ്ചിത് എന്നായി. 3ാമത്തെ മന്വന്തരത്തില് സുശാന്തി എന്നും, 4ാമത്തെ മന്വന്തരത്തിൽ ശിവി എന്നും, 5ാമത്തെ മന്വന്തരത്തിൽ വിഭു എന്ന പേരും, 6ാമത്തെ മന്വന്തരത്തിൽ മനോജവം എന്ന പേരിലുമാണ് ഇന്ദ്രൻ പേരുള്ള ഇന്ദ്രനാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ 7ാമത്തെ മന്വന്തരത്തിൽ പുരന്ദൻ അല്ലെങ്കിൽ പുരന്ദരർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു പേരിലാണ് അദ്ദേഹം ഉള്ളത്. ഇനി പുതിയ മന്വന്തരം വരുമ്പോൾ അത് മാറുമായിരിക്കും, അത് നമുക്കറിയില്ല, അത് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? അപ്പോൾ ഈ ഇന്ദ്രന്, പുരന്ദരൻ എന്ന് പറഞ്ഞ ഇന്ദ്രന് ശേഷം പുതിയ ആൾ വരുമെന്ന് വെച്ചാൽ വരുമായിരിക്കാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ മഹാബലി തമ്പുരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ വരുന്നുണ്ട്. നാളെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞോ, ദേശകാലങ്ങൾക്കനുസരിച്ച് ഈ വിധികൾക്കൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും ഏറ്റക്കുറിച്ചിലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ വേറെ മറ്റ് മൂർത്തികളും ചിലപ്പോൾ ഈ ദിവസം എന്ത് ചെയ്യുന്നുണ്ടാകാം, ആരാധിക്കുന്നുണ്ടാകാം. എന്തായാലും കണ്ടെത്തിയ ചില അറിവുകൾ നിങ്ങളുടെ സമക്ഷം എത്തിച്ചു എന്നേ ഉള്ളൂ. ഈ ഉത്രാടത്തിൻ്റെ എല്ലാ സമൃദ്ധിയും ഐശ്വര്യവും വീണ്ടും ആശംസിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഉത്രാട പൂവിളിയിൽ കേരളമുണരുകയായി, പൂന്തിറയാടും ഗ്രാമവസന്തം തിരുമൈ അണിയുകയായി, പടയണിയും തെൻ പഴമകളും പഴമുതിരും പൊൻപാർവണവും മധുമയലഹരിയിൽ അടിമുടിയുലയുകയായി, പ്രകൃതി തൊഴുതുണരും ഇവിടെയൊരുമയുടെ രാഗഭാവലയനം ലയനം. ഉത്രാട പൂവിളിയിൽ കേരളമുണരുകയായി, പൂത്തിരയാടും ഗ്രാമവസന്തം തിരുമൈ അണിയുകയായി. ജയ ഗുരു.